കോഴിക്കോട് കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം തിരികെ നൽകിയ തമിഴ്നാട് സ്വദേശിക്ക് ജോലി വാഗ്ദാനം. സിനിമാ സംവിധായകനും ടൂ വീലർ കടയുടമയുമായ സിദ്ദീഖ് ചേന്നമംഗല്ലൂരാണ് ജോലി വാഗ്ദാനം ചെയ്തത്. കേരളത്തിലെത്തിയാൽ ഉടൻ ജോലി നൽകുമെന്ന് സിദ്ദീഖ് അറിയിച്ചു. മുഹമ്മദ് അസ്ലം വിശദാംശം നൽകും. അസ്ലം, വളരെ ഹൃദയഹാരിയായ ഒരു സ്റ്റോറിയാണ്. ഇപ്പോഴും ഈ കാലത്തും ഇത്തരം ആളുകളുണ്ട് എന്നിപ്പോൾ ആ വീട്ടമ്മ പറയുന്നുണ്ടല്ലോ, സ്വർണ്ണാഭരണത്തിന്റെ ഉടമയായ വീട്ടമ്മയുടെ ബൈറ്റിൽ തന്നെ പറയുന്നുണ്ട്, ഇക്കാലത്ത് ഇങ്ങനെയും ആളുകളുണ്ട്. അതും ഇങ്ങനെ ജോലി അന്വേഷിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ നടന്ന ഒരു യുവാവിന് ഇത്രയും സ്വർണത്തിന് ഇത്രയും വിലയുള്ള ഒരു സമയത്ത് സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഈ കുമാറിന്റെ മുന്നിലുണ്ടായിരുന്ന ഉത്തരം അതായിരുന്നു. അപ്പോൾ കുമാറുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം എന്താണ് അസ്ലം? എങ്ങനെയാണ് ഇപ്പോൾ ഈ ജോലി വാഗ്ദാനം? കുമാർ എങ്ങനെയായിരിക്കും അതിനെ കാണുക? കുമാറിന്റെ അച്ഛൻ മരണപ്പെട്ടു, അമ്മ മാത്രമേ നാട്ടിലുള്ളൂ. അങ്ങനെ അവിടെ ജോലിയൊന്നും ലഭിക്കാഞ്ഞിട്ട് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂരേക്കും മറ്റുമൊക്കെ ജോലി തേടി പല ഭാഗത്തായി വന്ന അവസാനം താമരശ്ശേരിയിൽ ഇറങ്ങുകയായിരുന്നു. അതോടുകൂടി അയാളുടെ കയ്യിലുള്ള പൈസ പൂർണ്ണമായും തീർന്നു. അങ്ങനെ വണ്ടി കയറാൻ പൈസ ഇല്ലാതെ നടക്കുന്ന സമയത്താണ്, ഭക്ഷണം കഴിക്കാൻ നടക്കുന്ന സമയത്താണ് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നത്. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് സ്വർണ്ണാഭരണമാണെന്ന് കാണുന്നു. ഉടൻ തന്നെ അടുത്തുള്ള കടയിൽ, അത് ജ്വല്ലറി ആണെന്ന് വിചാരിച്ചാണ് ഒരു വാച്ച് കടയിലേക്ക് ഇദ്ദേഹം കയറി പോകുന്നത്. അങ്ങനെ ആ ജ്വല്ലറിയുടെ ഏതാണെന്ന് മനസ്സിലാക്കി ആ ജ്വല്ലറി ഉടമയെ വിളിക്കുമ്പോഴാണ്, അല്പസമയം മുമ്പ് ആണ് ഈ സ്വർണം വാങ്ങിപ്പോയതാണെന്ന് മനസ്സിലാക്കുന്നു. അവരെ ഉടമയെ വിളിക്കുന്നു. അവർക്ക് സ്വർണം നഷ്ടപ്പെട്ട വിവരം അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. അവർ ഉടനെ തന്നെ തിരിച്ചെത്തി കുമാറിൻ്റെ ഈ സ്വർണം വാങ്ങി. കുമാറിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് കുമാർ ഇങ്ങനെ ജോലി തേടി അലഞ്ഞു വന്നതും ഭക്ഷണം പോലും കഴിക്കാതെ നിൽക്കുന്ന കാര്യവും അപ്പോഴറിയുന്നത്. അപ്പോൾ തന്നെ അവിടെ നാട്ടുകാരും എല്ലാവരും എത്തുകയും അയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ഈ സ്വർണ്ണാഭരണം കിട്ടിയ ലിസി പിന്നെ അവർക്ക് ആവശ്യമായ കുറച്ച് പൈസ നാട്ടിൽ തന്നെ പൈസ നൽകിപ്പോയി. ഇന്ന് സിദ്ദീഖ് ചേന്നമംഗലൂർ എന്ന് പറയുന്ന സംവിധായകൻ, സിനിമാ സംവിധായകനും അതോടൊപ്പം തന്നെ ഒരു ടൂ വീലർ കടയുടെ ഉടമയായ സിദ്ദീഖ് ചേന്നമംഗലൂരാണ് കുമാറിനെ വിളിച്ച് ഇന്നലെ നമ്മുടെ വാർത്ത കണ്ടതിന് ശേഷം ഈ അവിടുത്തെ താമരശ്ശേരിയിലെ കടക്കാരിൽ നിന്ന് കുമാറിന്റെ നമ്പർ തേടി എടുക്കുകയും അങ്ങനെ കുമാറിനെ വിളിച്ച് ഇപ്പോൾ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അയാളുടെ മുഖത്ത് തന്നെയുള്ള ടി വി എസിന്റെ ടൂ വീലർ ഷോറൂമിൽ ജോലി നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കുമാർ തൃശ്ശിയിൽ നിന്ന് എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ തന്നെ ജോലിയിൽ പ്രവേശിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കുമാർ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് തനിക്ക് ജോലി കിട്ടിയ ഒരു സന്തോഷം അദ്ദേഹം അറിയിച്ചു. അദ്ദേഹം സിദ്ദീഖ് ചേന്നമംഗലൂരോട് പങ്കുവച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം താമരശ്ശേരിയിലെത്തി, അല്ലെങ്കിൽ മുഖത്തേക്ക് എത്തി ആ ജോലിയിൽ പ്രവേശിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം അത്രയും വളരെ ബുദ്ധിമുട്ട് ജോലിക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് എത്തുന്നത്. ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ വളരെ സത്യസന്ധമായ ഒരു സമീപനം പിന്നെ കോഴിക്കോടുകാർ തിരിച്ചറിയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ജോലി കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടിലെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും സത്യസന്ധത കൊണ്ട് മാത്രം അയാൾ തിരിച്ചറിയപ്പെടുകയാണ്. മാത്രമല്ല അയാളുടെ ബുദ്ധിമുട്ട് മറികടക്കാൻ കഴിയുന്ന ഒരു ജോലിയും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സൈഫു.